ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു PCB ബോർഡാണ്. പവർ സപ്ലൈയുടെ ഒരു PCB ബോർഡാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് PNB മാവേലിക്കര പ്രസാദ് സൗണ്ടാണ്. നല്ലൊരു PCB ബോർഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രിൻ്റാണ് ഇത്. ഇപ്പം സോൾഡറിങ് അയൺ കൊടുത്ത് അധികം ചൂടായിപ്പോയാലും ഇതിൻ്റെ പ്രിൻ്റൊന്നും ഇളകി വരത്തില്ല. നല്ലൊരു PCBയിലാണ് ഇത് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് വരുന്ന സപ്ലൈകൾ 12 ടൂൾസ് 12, പിന്നെ വരുന്നത് 18/018, പിന്നെ നമുക്ക് 27/027. ട്രാൻസ്ഫോമർ ഏത് വേണമെങ്കിലും ഇത് കണക്ട് ചെയ്യാം. ഇത് AC 12/0 ആണ് കൊടുക്കുന്നത്. ഇവിടെ AC, ഇവിടെ 18/018 AC. എന്നിട്ട് റെക്ടിഫയർ ചെയ്ത ഔട്ട്പുട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇത്രയും ഭാഗത്ത് വരുന്നത്. ഇത് 12 വോൾട്ടേജ്, ഇത് 18/018. ഈ ചെറിയ സോക്കറ്റിലാണ് നമ്മുടെ USB ബോർഡിന് വേണ്ടി വരുന്ന 5 വോൾട്ട് സപ്ലൈ വരുന്നത്. ഇനി ഇത് നമ്മുടെ 27/027 ഔട്ട് എടുക്കുന്ന ഭാഗമാണിത്. എന്നാൽ ഇത് നമ്മൾ പവർ കൊടുത്തൊന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ 5 ആമ്പിയർ 20/020 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇത് 27 കൊടുക്കാം. ഈ പവർ ബോർഡ് 27/027 കൊടുക്കാം, 20/020 കൊടുക്കാം. അതിന് മുകളിലോട്ടുള്ള വോൾട്ടേജ് ഉള്ള ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്താൽ മതി. ഈ 15,000 അത് 50 വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. 80 വോൾട്ട് 100 വോൾട്ടൊക്കെ ചേഞ്ച് ചെയ്ത് സപ്ലൈ ചെയ്താൽ കൊടുക്കാം മറ്റ് ട്രാൻസ്ഫോമറുകളിൽ നിന്ന്. അന്നേരം നമുക്കിതിൽ പവർ കൊടുത്ത് നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഇപ്പം സെക്കൻഡറി ആണിത്. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ് ആണിത്. ഈ മഞ്ഞ വയർ കൊടുത്തേക്കുന്നത് ഗ്രൗണ്ടാണ്. നമുക്ക് ഗ്രൗണ്ട് കൊടുക്കാം ആദ്യം. ഗ്രൗണ്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അവർ ഗ്രൗണ്ട്. ഇത് AC 20, ഇതും 20 വോൾട്ട് AC. നമുക്ക് ഓണാക്കാം. ഓണായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ടൊന്ന് ഒരു ബോർഡെ കൊടുത്ത് നോക്കി ചെക്ക് ചെയ്യാം. നമുക്കിത് ഒരു ആമ്പിൻ്റെ ബോർഡാണിത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ. ഇതൊരു 100+100 ഔട്ട്പുട്ട് വാട്ട്സ് വരുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്, സ്റ്റീരിയോ ബോർഡ്. ഇത് പ്രിൻറ്റിങ്ങിൽ അവർ എഴുതിയേക്കുന്നത് 200+200. എന്നാലും 4 ohmസിലൊരു 150 വാട്ടൊക്കെ കിട്ടും. 4 ohmസിൽ 150 വാട്ട്, 2 ചാനലിനോട് ഒരു 300 വാട്ട് കിട്ടും. സ്റ്റീരിയോ ബോർഡാണിത്. നമുക്ക് സപ്ലൈ